നമസ്കാരം, എൻ്റെ പേര് ദൃശ്യ ദിനേശൻ. ഞാനിപ്പോൾ ഇറിഗേഷനിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ട് വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് ആയിട്ടാണ് കയറിയത് സർവീസിൽ. പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി ഞാൻ 2019 മുതൽ NRGS ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ PWD തേർഡ് ഗ്രേഡിന്റെ എക്സാം വന്നപ്പോൾ ഞാനത് അറിഞ്ഞില്ല. അതിന്റെ തലേ ദിവസമാണ് ഞാൻ അറിയണേ അത്രയും വേക്കൻസി ഉള്ള എക്സാം ആയിരുന്നത്. അങ്ങനെ ഒരു അവസരം പോയി എന്നുള്ളൊരു വിഷമം ഭയങ്കരമായിട്ട് വന്നു. അപ്പോഴാണ് വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡിന്റെ എക്സാം ഉണ്ടെന്ന് അറിയായിരുന്നു. അപ്പൊ അതെങ്കിലും ക്രാക്ക് ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് വന്നു. പിന്നെ മൈൻഡ് വന്നെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയുടെ ഇടയിൽ അതിനുള്ള സമയം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ അതിന്റെ പാരലായിട്ട് ഇങ്ങനെ അന്വേഷിച്ചു ഏത് കോച്ചിങ് സെന്റർ ആണ് പറ്റുക എന്നുള്ളത്. കാരണം എനിക്ക് പോയി പഠിക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ. റെക്കോർഡിംഗ് ക്ലാസ് ആണോ എന്നുള്ളത്, ലൈവ് ക്ലാസ് ആണ്, അങ്ങനത്തെ. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം 2021 ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെയാണ് ഞാൻ കണ്ടെത്തിയത് ഷിൻഡോ സാറിന്റെ ക്ലാസ്. അതിന് മുമ്പ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കണുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്യാനായിട്ട് വിളിച്ചത്. പക്ഷെ ആ സമയത്ത് മറ്റേ KLDCയുടെ എക്സാമിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അപ്പൊ ആ ബാച്ചിൽ എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ January 11 വാട്ടർ അതോറിറ്റിയുടെ തേർഡ് ഗ്രേഡ് എക്സാം അന്ന് അതിനുള്ള ക്ലാസ് തുടങ്ങിയത്. അന്ന് ആ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യണമെന്നില്ലെങ്കിലും എല്ലാ എക്സാമും അപ്ലൈ ചെയ്യുമായിരുന്നു. പല രീതിയിൽ പഠിക്കും. മീൻസ് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ, ബുക്ക്ലെറ്റ്, അങ്ങനെ പിന്നെന്താ പഴയ നോട്ട്സ് അങ്ങനെയൊക്കെ നോക്കി പഠിക്കും. പക്ഷെ അതൊന്നും കാര്യമില്ല എന്നുള്ളത് എനിക്ക് എക്സാം വരുമ്പോഴും റിസൾട്ട് വരുമ്പോഴും മനസ്സിലാകാറുണ്ട്. പിന്നെ ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ പിന്നീട് എനിക്ക് എന്ത് പഠിക്കണമെന്നോ, എങ്ങനെ പഠിക്കണമെന്നോ, എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നോ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പഠിച്ചാൽ മാത്രം മതിയായിരുന്നു. കാരണം അത്രയ്ക്കും പ്ലാനിങ്ങോട് കൂടിയാണ് സാറ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സാറ് നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നിരുന്നു. നോട്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല നോട്ട്സ് ആയിരുന്നു അവിടുന്ന് തരണ്ടായിരുന്നല്ല. നമ്മൾ ക്ലാസ്സിൽ എഴുതിയെടുക്കും, ആ സമയത്ത് എഴുതിയെടുക്കും. ഫസ്റ്റ് ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നീടാണ് ബുക്കായത്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ്, ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച എക്സാമിൽ വരാൻ സാധ്യതയുള്ള മിക്കവാറും ക്വസ്റ്റ്യൻസ് അത് ഒരു പ്രിന്റ് ഔട്ട് ആയിട്ട് സാറ് തരുമായിരുന്നു. അതിന് പ്രത്യേകിച്ചിട്ട് ചാർജോ അങ്ങനെയൊന്നും സാറ് മേടിക്കണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എന്തൊക്കെ നമുക്ക് വേണോ അതൊക്കെ സാറ് അവൈലബിൾ ആക്കി തരുമായിരുന്നു. ഈ ക്ലാസ് ഏറ്റവും ഹെൽപ്ഫുൾ ആവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിത് എല്ലാത്തിനും കൂടെ സമയം കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ടൈം ടേബിൾ ഇടുക, ആ രീതിയിൽ എന്തൊക്കെയാന്ന് അന്വേഷിച്ച് പഠിച്ച് കണ്ടെത്തൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ജോലിക്ക് പോകണം. ചെറിയ കൊച്ചായിരുന്നു അന്ന്. എൻ്റെ മോന് 2 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ. അപ്പൊ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വേണം, രാത്രിയാണ് പിന്നെ സമയം കിട്ടണേ. ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്, എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി വേണം. മെയിനായിട്ട് ആ ക്ലാസ്സുകൾ ഒന്നും വിടാണ്ട് അറ്റൻഡ് ചെയ്യും. പിന്നെ പല പല മെത്തേഡുകൾ സാറ് പറയും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയമില്ലാത്തത് കൊണ്ട് ഉള്ള സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പല മെത്തേഡുകൾ സാറ് പറഞ്ഞുതരും. അതായത് റെക്കോർഡ് ചെയ്ത് കേൾക്കുക, മാക്സിമം റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ സമയമില്ലാത്തവർക്ക് സാർ റെക്കോർഡ് ചെയ്തും തരുമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സാറ് പറയണ പോലെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അത് വായിക്കണുണ്ടല്ലോ. അപ്പൊ അതാവും വെച്ചിട്ടുണ്ടെങ്കിൽ സാറിപ്പോ പല പ്രാവശ്യം റിവിഷൻ പറയും. സാറ് പറയണതിന്റെ 10-1 ചിലപ്പോൾ എനിക്ക് എത്തിക്കാൻ പറ്റാറുള്ളൂ. കാരണം അത്രയും കുറവ് സമയമാണ് ഞാൻ പഠിക്കാനായിട്ട് കിട്ടുമായിരുന്നുള്ളൂ എനിക്ക്. അപ്പൊ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ബാക്കിയുള്ളവര് 5-10 എന്നുള്ള രീതിയിൽ പഠിച്ചു തീരുമ്പോ എന്റെ ചിലപ്പോ 1-2 പ്രാവശ്യമൊക്കെ എത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് കിട്ടുമോ എന്നുള്ളത് ഭയങ്കര ടെൻഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നാലും
മാക്സിമം ഞാൻ കവർ ചെയ്യും. അതുപോലെ തന്നെ സാറ് പല രീതിയിൽ ഞങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കുമായിരുന്നു. എന്താ വെച്ചാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടും, മറ്റേ ആൻസർ ചെയ്യണ ബബിളൈന ഷീറ്റ് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അതില് ചെയ്യിച്ച് പഠിക്കും. അങ്ങനെ ചെയ്യണമെന്ന് സാറ് നിർബന്ധം പിടിക്കുമായിരുന്നു. ഞാന് സാറ് പറഞ്ഞ ഒരൊറ്റ എക്സാം പോലും എഴുതാണ്ട് ഇരുന്നിട്ടില്ല. പക്ഷെ അത് എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഒരു ലെവൽ കൂടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്യും. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ പറഞ്ഞ പോർഷൻ കവർ ചെയ്ത് എങ്ങനെയെങ്കിലും എത്തിച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്യുള്ളൂ. അതിപ്പോ രാവിലെ 4 മണി വരെ പഠിക്കേണ്ടി വന്നാലും ഞാൻ പഠിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാവ് പകലാക്കി പഠിച്ചു എന്നുള്ള ലെവലാണ്. കാരണം പകൽ സമയത്തില്ല, രാത്രി 7 മണി തൊട്ട് 9 മണി വരെ ക്ലാസ്. അതിന്റെ ഇടയിൽ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കിട്ടണ സമയം ഒരു 10 മണിക്ക് തൊട്ടാണ് പറ്റുള്ളൂ. അതില് കവർ ചെയ്ത് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഉറക്കം എന്ന് പറഞ്ഞ എന്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ എന്റെ ഉറക്കം പോകണല്ലോ എന്നുള്ള ഓർത്തിട്ട് ഭയങ്കര വിഷമമായിരുന്നു. രാവിലെ എനിക്കാണ്ടും പറ്റില്ലല്ലോ, ജോലിക്ക് പോകണം, അപ്പൊ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അന്ന് സാറ് പറയുമായിരുന്നു, നിങ്ങൾ ഇപ്പൊ കളയണ ഉറക്കത്തിന് പിന്നീട് നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, ടെൻഷൻ ഇല്ലാണ്ടെന്ന്. അത് ശരിക്കും കറക്റ്റാണ്. ആ സമയത്ത് കുറെ ഉറക്കം നമ്മൾ കളഞ്ഞെങ്കിലും ഇപ്പൊ അത് കാരണം ഒരു ജോലിയിലെത്താൻ സാധിച്ചു. ഇവിടെ പോകുമായിരുന്നില്ലായിരുന്നെങ്കിൽ എനിക്കിത് പറ്റുമായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക് ക്ലാസ്സുകളും സാറിന്റെ മോട്ടിവേഷനും അവിടുത്തെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ അങ്ങനെ ക്വസ്റ്റ്യൻസും എല്ലാതും എനിക്കിത് അച്ചീവ് ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്പെട്ടിരുന്നു. മെയിനായിട്ട് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത് നിലനിർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റും. കാരണം എന്താ വെച്ചാല് കൺസിസ്റ്റൻസി ഇല്ലാത്തതിന്റെ പ്രോബ്ലം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ എക്സാമുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം ജോലിക്ക് പോയി കൊച്ചിന്റെ കാര്യം പോരാത്തതിന് എന്നിട്ട് പേഴ്സണലായിട്ട് കുറച്ച് വേറെ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്. അച്ഛന്റെ വയ്യാണ്ട് അങ്ങനെ കുറച്ച് ഹോസ്പിറ്റൽ കേസുകൾ. ആ സമയത്താണെങ്കിൽ കുറേ ഹോസ്പിറ്റൽ കേസുകളായിരുന്നു. പക്ഷെ എന്നിട്ടും ആ സമയത്തൊക്കെ പ്രഷറൈസ്ഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്ക് സമയം എത്ര കുറയണോ അത്രയും നമ്മൾ കിട്ടുന്ന സമയം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് അങ്ങനെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ട് അങ്ങനെ തന്നെയാണ്. കാരണം അത്രയ്ക്കും സമയം കുറവായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ ജൂലൈയില് 31-ാം തീയതിയാണ് വാട്ടർ അതോറിറ്റിയുടെ എക്സാം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറെ മാക്സിമം കണ്ടിന്യൂ ചെയ്ത് നോക്കി. പക്ഷെ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ കുറച്ചൊക്കെ ഉഴപ്പി തുടങ്ങി. അതിന്റെ ഫലം എനിക്ക് ഫസ്റ്റ് ഗ്രേഡിൽ അനുഭവിക്കേണ്ടി വന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ആ എക്സാം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ചെറിയ വ്യത്യാസത്തില് അത് ഔട്ടായിപ്പോയി. ആ ഒരു ലെവലിൽ തന്നെ പഠിച്ചു പോകുമായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് അത് കിട്ടുമായിരുന്നു. കാരണം സെക്കൻഡ് ഗ്രേഡിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള എക്സാം ആയിരുന്നു ഫസ്റ്റ് ഗ്രേഡ്. പക്ഷെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നീട് അതിന് വേണ്ടി ശ്രമിക്കണം എന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഓരോ മടികൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആരും മടി പിടിക്കരുത്. എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, പഠിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ സാറ് പറയണ രീതി, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറയണ ഒരു രീതി മാത്രമേ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. കാരണം വേറെ ഒരു ബുക്ക് ഫോളോ ചെയ്യാനോ വേറെ എന്തെങ്കിലും പഠിക്കാനോ അതിനൊന്നും സമയം ഉണ്ടായില്ല. കിട്ടണ സമയം സാറ് പറഞ്ഞത് പഠിച്ച് എത്തിക്കാൻ തന്നെ ഞാൻ പാടുപെടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ വേറെ ഒരു മാർഗം അന്വേഷിക്കാനായിട്ട് ഞാൻ നിന്നിട്ടില്ല. കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല.